இப்போ நம்ம കൊത്തടിമയല്ലേ? இல்லை கிடையாது. இப்போ நல்லா தான் இருக்கிறோம். പെരിയകരമ്പൂരിലേക്ക് ആദ്യം വന്നത് 7 വർഷം മുൻപാണ്. അന്ന് കാശിയാണനും കുടുംബവും അടിമ തൊഴിലാളികളായിരുന്നു. സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. പുറമ്പോക്കിൽ കുടിൽ വെച്ച് താമസിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളാരും സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുന്നാടി ഇരുന്നത് ഇങ്ങേതാണല്ലേ? வருஷத்துக்கு இந்த ஏரியாவில் இருந்தோம். எனக்கு சம்மந்தி வீடு, இது என் புள்ள வீடு, பெரிய பிள்ளை வீடு, அது சின்ன பிள்ளை வீடு, அது பக்கத்தில் இப்போ எங்கள் பொண்ணுமா அவங்க வீடு, அது எங்கள் വീട്. ഇതാണ് സർക്കാർ ഉണ്ടാക്കി കൊടുത്ത വീട്. ഒരു ഹാള്, ഒരു അടുക്കള, അതിനപ്പുറം ഒരു മുറി, അപ്പുറത്ത് ഒരു ടോയ്ലറ്റ്. ഇങ്ങനെയാണ് സംവിധാനം. காலனி தான் செய்துக்கிறார். அவர் செய்து தான், அவர் வந்த ஆண்டுக்கு தான் அந்த வீடு கட்டி கொடுத்தது. பல நாள் வந்தவங்க எதுவும் செய்யலை. വീടൊക്കെ ഉണ്ട്, തൊഴിലാണ് ഇനിയൊരു പ്രശ്നം. കുറച്ച് അകലെ പോകണം ജോലി ചെയ്ത് വരാൻ. നേരത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ അംഗനവാടി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ഇത്തിരി ഭൂമിയും ഇതേപോലെ ഒരു വീടും വീട്ടിലേക്ക് കുടിവെള്ള സൗകര്യവും റോഡും വൈദ്യുതിയുമൊക്കെ ഇരുളർക്ക് 5 വർഷങ്ങൾക്ക് മുൻപ് സ്വപ്നം മാത്രമായിരുന്നു. സ്റ്റാലിൻ അധികാരത്തിലേറിയ ഉടനെയാണ് ജയ് ഭീം സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ സിനിമ കണ്ട സ്റ്റാലിൻ എല്ലാ ജില്ലാ കളക്ടർമാരുടെയും യോഗം വിളിച്ചു. ഭൂമിയില്ലാത്ത, വീടില്ലാത്ത ഇരുളരെ കണ്ടെത്താൻ പറഞ്ഞു. കണ്ടെത്തി. അതിനുശേഷമാണ് ഇതേപോലെ സംസ്ഥാനത്താകമാനം വീടുകളും ഭൂമിയും വെള്ളവും എല്ലാ സൗകര്യവും തയ്യാറായത്. കാശിയണ്ണനും പൊന്നിയമ്മാളും അയ്യപ്പനുമെല്ലാം 5 വർഷങ്ങൾക്ക് മുൻപ് പുറമ്പോക്കിലാണ് അന്തിയുറങ്ങിയത്. അവരുടെ കുട്ടികൾ സ്കൂളുകൾ കണ്ടിരുന്നില്ല. അവർ നല്ല ജീവിതം അറിഞ്ഞിരുന്നില്ല. പക്ഷേ 5 വർഷത്തിനിപ്പുറം MK സ്റ്റാലിൻ എന്ന ഭരണാധികാരി ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ കൈപിടിച്ചുയർത്തി ജീവിതത്തിലേക്ക് നടത്തിയെന്ന് അനുഭവത്തിൽ പറയാൻ കഴിയും. ഇത് വലിയ മാറ്റമാണ്. മനുഷ്യനെ ചേർത്ത് പിടിച്ച മാറ്റമാണ്.